Hey guys, so ഇന്ന് ഞാൻ എംബ്രാൻ കാണാൻ പോവാണ്. പക്ഷെ സാഡസ്റ്റ് ആൻഡ് ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു തിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയ്ക്ക് ലൂസിഫർ കണ്ടിട്ടില്ല. അത് കാണാണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു എംബ്രാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ തലയും പോലെ അല്ലാണ്ടാണ് ഞാനൊരു സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെയായിരിക്കും, ഒരു കഥ ഒരു ഒന്നുമില്ല, ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. 7 o'clock ആയിരുന്നു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 6:30 ഇതാ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തുമ്പോൾ തന്നെ 6:50 ആയെങ്കിലും നമ്മൾ ഐസ്ക്രീം മുക്കിയെന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ടർക്കിഷ് ഐസ്ക്രീം എന്നായിരുന്നു ഐസ്ക്രീം വാങ്ങിച്ചത്. ഞങ്ങൾ അവിടെ കളിച്ചില്ലെങ്കിലും അയാളെന്നെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. അയർനെറ്റ്സിൽ പുറത്തത്തെ ഈറ്റബിൾസ് അല്ലെങ്കിലും പുറത്തത്തെ ക്യൂ കണ്ട് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ കഴിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇറക്കില്ല എന്ന നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മുഴുവനായിട്ട് കഴിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ഉള്ളിലേക്ക് പോയുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് സ്ക്രീൻ നമ്പർ 9 ഷോ. സോ നമ്മൾ അവിടേക്ക് പോയിട്ട് സീറ്റൊക്കെ കണ്ടുപിടിച്ചതാ നമ്മളവിടെ ഇരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആൻറ്റി മാത്രമേ ലൂസിഫർ കണ്ടിട്ടുള്ളൂ. ആൻറ്റിക്ക് മാത്രമേ എന്താണെന്ന് കഥയും അറിയുള്ളൂ. ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. ഈവൻ അനുവിന് പോലും ലൂസിഫറിൻ്റെ സെക്കൻഡ് ഭാഗമാണ് എമ്പുരാൻ എന്ന് പോലും അറിയാണ്ടാണ് ഞങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ എന്തായാലും ഇൻ്റർനെറ്റ് മൊത്തം വൈറലായ മോഹൻലാലിൻ്റെ ആ ഒരു മാസ് എൻട്രി ഞങ്ങൾ തിയേറ്ററിൽ തന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിൽ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. സോ ആൻറ്റി പറഞ്ഞ് കുറച്ച് കഥകൾ വെച്ച് ഞങ്ങൾ ലിങ്ക് ചെയ്ത് ഈ ഒരു സിനിമ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മറക്കാണ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും ടാറ്റാ. സിനിമ അതായിരുന്നു.